വത്തിക്കാനെ നിശബ്ദമാക്കാൻ പാംപ്ലാനിയുടെ തന്ത്രം. പാംപ്ലാനിക്കും തട്ടിലിനുമെല്ലാം വത്തിക്കാൻ ഈസ്റ്റേൺ ചർച്ചിനുള്ള കാര്യാലയം നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വത്തിക്കാനെ നിശബ്ദമാക്കാൻ പാംപ്ലാനിയുടെ തന്ത്രം നേരിട്ട് പറയാൻ പറ്റാത്തതിനാൽ പാംപ്ലാനിയുടെ വിശ്വസ്തനായ ജോയിസ് കൈതക്കോട്ടിനെ കൊണ്ട് പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ തലവൻ ഗുജറാത്തി പിതാവ് കർദിനാളിനെതിരെ പാംപ്ലാനി ആരോപണം ഉന്നയിപ്പിച്ചതിലൂടെ ഇതാണ് വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാംപ്ലാനിക്ക് പറയാൻ പറ്റാത്തതിനാൽ പറഞ്ഞു കൊടുത്ത് ജോയ്സിനെ കൊണ്ട് പാംപ്ലാനി പറയിപ്പിച്ചതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണം. അപ്പോൾ അതുകൊണ്ട് തട്ടിലിനെയും മറ്റ് പല മെത്രാന്മാരെയും ബ്ലാക്ക് മെയിൽ കൊണ്ട് നിശബ്ദനാക്കിയിട്ടുള്ള പാംപ്ലാനിയും വിമതന്മാരും കൂടി ആലോചിച്ച് വത്തിക്കാൻ തിരുസംഘത്തിൻ്റെ തലവനായ ഗുജറാത്തി പിതാവിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ചാൽ മേൽ നടപടി എടുക്കയില്ലെന്നും വത്തിക്കാൻ നിശബ്ദമാകുമെന്നും പാംപ്ലാനി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പാംപ്ലാനിയുടെ ഈ തന്ത്രം പാംപ്ലാനിക്ക് തന്നെ നാശമായി തീരും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ കൊണ്ട് പല പ്രാവശ്യം സമരം ചെയ്യിപ്പിക്കുകയും അതിലൊന്നാമത് പട്ടം സമരം നടത്തി, ബസ്സിലേക്ക് കയ്യേറി വെപ്പുകൂടി സമരം നടത്തി, പിന്നെ സിനഡ് കൂടിയപ്പോൾ ഇവിടെ കയറിപ്പറ്റാൻ വേണ്ടി ബസ്സിലേക്ക് ആക്രമണം സമരം നടത്തി. ഇതെല്ലാം നടത്തിയ പാംപ്ലാനി ഇതിലപ്പുറവും കുതന്ത്രങ്ങൾ മെനയും. കാരണം സാത്താൻ്റെ പിടിയിലകപ്പെട്ട സാത്താൻ ലൗകിക മോഹങ്ങൾക്ക് വേണ്ടി, അധികാരമോഹത്തിന് വേണ്ടി സാത്താൻ്റെ പിന്നാലെ ഓടുന്ന അക്രമികളായ വിമത വൈദികരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പാംപ്ലാനി ഇതിലും തരംതാണ പണി ചെയ്തുകൊണ്ടിരിക്കും. നാണവും മാനവുമില്ലാത്ത പാംപ്ലാനി യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഇത്തരം കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തന്ത്രം അധിക നാൾ വിലപ്പോവില്ല. സർവശക്തനായ കർത്താവിൻ്റെ ഇടിവാൾ പാംപ്ലാനിയുടെ തലയിൽ വീഴുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ദൈവഭയമില്ലാത്ത പാംപ്ലാനി, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത പാംപ്ലാനി, സ്വന്തം മിടുക്കുകൊണ്ട് കാര്യങ്ങൾ സാധിക്കാമെന്ന് വിചാരിക്കുന്ന പാംപ്ലാനി കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ തിരിച്ചറിയുകയും തക്ക തിരിച്ചടി കൊടുക്കുകയും ചെയ്യും. വിശ്വാസികളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ പിന്നിൽ പാംപ്ലാനിക്ക് പിടിച്ചു നിൽക്കാൻ ആവുകയില്ല. തീർച്ചയാണ്. മണവാളൻ, തെമ്മാടിത്തരം കാണിക്കുന്ന മണവാളനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് പാംപ്ലാനിയാണ്. വിശ്വാസികൾ രാപകലില്ലാതെ മഴയും വെയിലും കൊള്ളുന്നു. ഇത് കാണാൻ ഈ നീചന് കണ്ണുണ്ടോ, കാണുന്നുണ്ടോ? തട്ടിൽ എന്ന് പറയുന്ന മേജർ ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുടെ കോവാലനായി അഭിനയിക്കുന്നു. തൻ്റെ സ്ഥാനം നിലനിർത്താൻ പാംപ്ലാനിയെ തൊഴുത് ജീവിക്കുന്നു. ഇത്രയും നികൃഷ്ടനായ ഒരു മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ ശാപവും നാശവുമാണ്. വിശ്വാസികളെ ഇത് തിരിച്ചറിയുക. അതിന് ഇവർക്കെതിരെ ശക്തമായി പോരാടുക. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത ഈ രണ്ട് പാഴ് ജന്മങ്ങളെ എത്രയും വേഗം ബഹിഷ്കരിക്കാൻ വിശ്വാസികൾ ഒരുമിച്ച് കൂടണം.